അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 45 വയസ്സുകാരൻ മരിച്ചു. വയനാട് ബത്തേരി സ്വദേശിയായ രതീഷാണ് മരിച്ചത്. ചികിത്സയിലുള്ള കാസർഗോഡ് സ്വദേശിയായ യുവാവിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയും വിവരവുമാണിത്. മൊത്തത്തിൽ മലബാറിൽ ഒരു ജാഗ്രത എടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പേര്, വിവരങ്ങൾ, എന്ന് മുതലാണ് അദ്ദേഹം ചികിത്സയിലായിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ആര്യ, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ വയനാട് ബത്തേരി സ്വദേശിയായിട്ടുള്ള രതീഷ് ഗുരുതരാവസ്ഥയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ബത്തേരി സ്വദേശിയായിട്ടുള്ള രതീഷ്, 45 വയസ്സാണ്, മരണപ്പെടുന്നത്. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവാവും അദ്ദേഹത്തിനൊപ്പം തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ 4 മരണം, അതായത് മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ആകെ ഇതുവരെ 4 മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ആദ്യം മരണപ്പെടുന്നത് താമരശ്ശേരിയിലുള്ള 9 വയസ്സുകാരനാണ്. പിന്നീട് 3 മാസം പ്രായമുള്ള കുഞ്ഞ് ഓമശ്ശേരിയിൽ മരിക്കുന്നു. അതിനുശേഷം മലപ്പുറത്തെ യുവതി മരിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ രതീഷിന്റെ മരണവും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രതീഷിന്റെ കാര്യത്തിലും തുടക്കഘട്ടത്തിൽ പനിയും ജലദോഷവും ഒക്കെ വന്ന് ആ രീതിയിൽ പ്രാഥമിക ചികിത്സയൊക്കെ നൽകുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പരിശോധിക്കുന്ന സമയത്ത് പോസിറ്റീവ് ആവുകയുമാണ് ഉണ്ടായത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യഘട്ടത്തിൽ ചികിത്സയിൽ തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ആരോഗ്യാവസ്ഥ വളരെ മോശമാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും 4 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന വാർത്ത. 11 പേർ ഇപ്പോൾ ചികിത്സയിൽ മെഡിക്കൽ കോളേജിൽ തുടരുന്നുമുണ്ട്. ഇതിനിടയ്ക്ക് ഒരാൾക്ക് രോഗം ഭേദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പ് ഇത് ജലാശയങ്ങളിൽ നിന്നുമൊക്കെ തന്നെയാണ് പടരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കൂടുതൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ സ്ഥലങ്ങളിൽ ഈ വെള്ളമൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിനൊരു സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി വിദഗ്ധമായ പരിശോധനയും മറ്റും നടത്തി വരികയാണ്. പക്ഷേ അപ്പോഴും ഈ രീതിയിൽ മരണമടക്കം കൂടുതൽ രോഗങ്ങളടക്കം പോസിറ്റീവ് ആവുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ടെസ്റ്റുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. നേരത്തെ മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഫണ്ടിൽ നിന്ന്, വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ പുതിയ ഉപകരണം വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു. അങ്ങനെ പുതിയ ഉപകരണങ്ങൾ വാങ്ങിയടക്കം കൂടുതൽ ടെസ്റ്റുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുന്നുണ്ട്. ആര്യ, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.